Good morning. Good morning, sir. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ് വിചാരിക്കുന്നു. Good morning, sir. ഗുഡ് മോർണിംഗ്. നമ്മളുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആണ് അല്ലെ? അറിയാം, ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറയുന്ന സെഷൻ. നമ്മുടെ സ്റ്റുഡൻസ് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സെഷനാണിത്. അപ്പൊ അതില് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും വീഡിയോയിൽ വരിക കേട്ടോ. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരിക. പ്ലീസ് ബി ഇൻ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹിയർ. നമ്മളുടെ ഓരോ പ്രാവശ്യവും നമുക്ക് ഗസ്റ്റ് ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് ആർ റെഡി. നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഗസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗസ്റ്റ് റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. Let's see. Ma'am, are you ready? Yes. Okay. So, Aisha ma'am, thank you so much. On unmute ചെയ്യാവോ? Okay. So, ma'am, നമുക്ക് Good morning. Very good morning. എവിടെയാ സ്ഥലം? മാമിന്റെ സ്ഥലം ഒന്ന് പറയാവോ? എറണാകുളമാണ്. ഓക്കെ, ശരി. മാം നിലവില് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി? ഞാൻ 4th ബാച്ചിലാണ്. നവംബർ 18-ാം തീയതി നവംബർ 18-ാം തീയതി 4th ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിന് ശേഷം മാമിന് ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കോഴ്സിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, എന്താണ്, ഏത് തിരിച്ചറിവാണ് ഞാനൊരു കോഴ്സ് ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്? ഇവിടെ നിന്നാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. പറഞ്ഞോളൂ. ഞാനൊരു യൂട്യൂബിലൂടെയാണ് സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടത്. അതിന്റെ മുമ്പ് എനിക്ക് 2 വിഷയത്തിലാണ് ഞാനിപ്പോ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തത്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു, മണി ബ്ലോക്കും ഉണ്ടായിരുന്നു. എനിക്ക് സ്കിന്നിനൊരു പ്രശ്നമായിട്ടാണ് ഞാൻ ഇത് ക്ലാസ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്തത്. എന്റെ കഴുത്തിന്റെ മുകളിൽ ഒരു കളറ്, കഴുത്തിന്റെ താഴെ വേറൊരു കളറ്. അങ്ങനെ കുറെ ഡോക്ടേഴ്സിനെ കണ്ടു, ആയിരങ്ങൾ ചെലവാക്കി ടെസ്റ്റ് ചെയ്തു, ഒരുപാട് മെഡിസിൻ കഴിച്ചു. ടെസ്റ്റ് ചെയ്തതിലൊന്നും ഒരു കുഴപ്പമില്ല, ടെൻഷൻ വേണ്ട എന്നാണ് പറഞ്ഞത്. ഈ സ്കിന്നിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് സ്കിന്ന് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് എനിക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ടെസ്റ്റിലും ഇതിലൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് റിലീസ് ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു, എപ്പോഴും കാമായിട്ടിരിക്കണം. അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നു. മെഡിസിൻ ഞാൻ ഒരാഴ്ചയും കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് നിർത്തി. പിന്നെയാണ് ഞാൻ സാറിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുന്നത്. കാരണം നമ്മളെ ചിന്തകളാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ നമ്മളെ ചിന്തകൾ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജീവിതത്തിലും ഉയർച്ചകൾ ഉണ്ടാവുന്നു. അങ്ങനെ ഞാൻ 4th ബാച്ചിൽ ജോയിൻ ചെയ്തു. എനിക്ക് അതിന്റെ ശേഷം എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഉള്ളിൽ കുറെ എനിക്ക് തിരിച്ചറിവുകൾ ഉണ്ടായി. ഞാൻ ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. എപ്പോഴും പിന്നെ കൊള്ളൂല, ഒന്നിനും കൊള്ളൂല, പിന്നെ എല്ലാതും എനിക്ക് പരാജയമാണ് വരുന്നത്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എപ്പോഴും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ ചേർന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലായത്, എനിക്ക് എൻ്റെ കുറ്റബോധങ്ങളും എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കി എന്നാണ് ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അങ്ങനെ ഞാൻ സെൽഫ് ലവ്, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഹോപ്പനോപ്പനോ, അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തു. ഒരുപാട് വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്കിപ്പോ അനുഗ്രഹങ്ങളുടെ പൂമഴയാണ് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുമ്പുള്ള ആളെന്ന് വെച്ചാൽ ഈ ഒരു സ്കിന്നിന്റെ പ്രശ്നമായിട്ട് എല്ലാവരും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല,
ഒന്നിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഒരു ഫ്രണ്ട്സിനോട് നന്നായിട്ട് സംസാരിക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ചോദിക്കും, എന്താ നിനക്ക് പറ്റിയത്, എന്തോ നിനക്ക് പ്രോബ്ലം ഉണ്ട്, എന്താണ് നിന്റെ അസുഖം, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ ഭയങ്കര കുറ്റപ്പെടുത്തുമായിരുന്നു. ഇതെന്താ ഇതിനിങ്ങനെ വന്നത്? ഞാൻ പറഞ്ഞു എനിക്കൊന്നും വന്നിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഫംഗ്ഷനുകളിലൊന്നും പോവാതായി. ഞാൻ എന്നിൽ തന്നെ ഉള്ളിലേക്ക് ഞാൻ ഒതുങ്ങിക്കൊണ്ടിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന്റെ ശേഷം എനിക്ക് ഭയങ്കര വ്യത്യാസമാണ് വന്നത്. മാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സ്കിന്നിന്റെ കാര്യത്തില് ഡിഫറൻസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതിൽ ശരിക്കും ചേഞ്ച് വന്നു? കളർ ചേഞ്ച്? ഇപ്പൊ ചേഞ്ച് ഇപ്പൊ കണ്ടവര് പറയുന്നുണ്ട്, ഇപ്പം ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ഇത് ആക്ച്വലി നമ്മൾ അധികം ആൾക്കാരും എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അസുഖങ്ങളും ആ അസുഖത്തിന്റെ മൂലകാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നെഗറ്റീവായ ചിന്തകൾ, വെറുപ്പ്, വിദ്വേഷം, പക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നിങ്ങളിത് കുറെ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ്. വിശാല്, അതായത് നിങ്ങളുടെ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന നമ്മളുടെ അസുഖങ്ങൾ, കാര്യങ്ങളെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്, ദുരന്തങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം. അത് വരുന്നത് ഒരൊറ്റ കാരണമാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. ആ എനർജി ഫ്രീക്വൻസിയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത്. നമ്മുടെ എനർജി എപ്പോഴും ഡൗൺ ആവുന്ന ഒരു തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. നമ്മുടെ എനർജി ഡൗൺ ആവുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് എനർജി ചാർട്ട്. ഓക്കെ, ഈ എനർജി ചാർട്ടിൽ നമ്മൾ നിൽക്കേണ്ടത് 200 കുറെ നമ്പർ കണ്ടോ നിങ്ങൾ? എനർജി, വൈബ്രേഷണൽ എനർജി ചാർട്ടാണത്. നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരളവുണ്ട്. അപ്പോ എനർജി വൈബ്രേറ്റ് ചെയ്യുന്നതിന്, അപ്പം കുറ്റബോധം, നാണക്കേട്, ഒന്നിലും താല്പര്യമില്ലായ്മ, അതേപോലെ തന്നെ ആഗ്രഹങ്ങള്, ദേഷ്യം, അതേപോലെ അഹങ്കാരം, ഇതൊക്കെ 200 താഴെയാണ്. എപ്പോ 200 താഴെ നിങ്ങളുടെ എനർജി പോയോ നിങ്ങളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കും, പ്രശ്നങ്ങൾ സംഭവിക്കും, അസുഖങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കാം. പ്രയാസങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ 200 മുകളിലോട്ട് പോയാൽ നിങ്ങളുടെ എനർജി 200 മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും, ആരോഗ്യം തിരിച്ചു കിട്ടും, നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആയിഷ മാമിന് സംഭവിച്ചത്, ആയിഷ മാം കുറെ കാലം 200 താഴെയായിരുന്നു ജീവിച്ചിരുന്നത്. അതിൽ തന്നെ സ്വന്തത്തോടുള്ള വെറുപ്പ്, ഷെയിം, നമുക്ക് നമ്മളോട് മാനക്കേട് തോന്നുക, നാണക്കേട് തോന്നുക, കുറ്റബോധം തോന്നുക, ഇഷ്ടമില്ലായ്മ ഉണ്ടാവുക, അധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിൽ നിന്ന് മാം മാറി ഇപ്പോൾ നല്ല സെൽഫ് ലവ്, നല്ല സംഗതി അല്ലെ? എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത് ഒന്ന് പറയാമോ മാം? എന്തൊക്കെയാണ് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത്? കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത് ഹോപ്പനോപ്പനോ, ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ സെൽഫ് ലവ്, സെൽഫ് ഫോർഗീവ്നെസ്സും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ്. രാവിലെ എണീറ്റ് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ചെയ്തിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനത്തതൊക്കെ എഴുതി വെച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് ഞാൻ ഫീലോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ എനിക്ക് അത്രയും ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയതിന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ മറന്നിട്ടാണ് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയത്. അതിന് ഞാൻ ഫീൽ ചെയ്തിട്ട് എഴുതുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് എന്താണ് ഇല്ലാത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് നിരന്തരം ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞപ്പോ ഈദിന് ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എനിക്കിന്ന് 6 ഡ്രസ്സാണ് കിട്ടിയത്. ഇപ്പൊ ഇന്നലെ ഗൾഫിൽ നിന്ന് മോള് വന്ന് ഒരു പെട്ടി സാധനമാണ്, ഗൾഫ് സാധനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നും പൊട്ടിച്ചിട്ടില്ല.
പിന്നെ ഹോപ്പണോപ്പണോ ഞാൻ ദിവസം രാവിലെയും രാത്രിയും ഞാൻ പറയാറുണ്ട്. അതിന്റെ ശേഷം എനിക്ക് മണി ബ്ലോക്ക് കുറേശ്ശെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച പണം എൻ്റെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. സോ മാം, ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണ്? ഏത് മെത്തേഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? അതോ എല്ലാ മെത്തേഡും ഒരേപോലെയാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, സെൽഫ് ഫോർഗിവ്നെസ്. ഇത് മൂന്നെണ്ണാണ് എനിക്ക്. എങ്ങനെയാണ് മാം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഞാൻ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, അഫർമേഷൻ എഴുതും, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതും. അത് രാവിലെ ഞാൻ ചെയ്യും. പിന്നെ സെൽഫ് ലവ്, സെൽഫ് ഫോർഗിവ്നെസ്സും രാവിലെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈവനിങ്ങിലാണ് ചെയ്യുന്നത്. സെൽഫ് ഫോർഗിവ്നെസ് നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത്? രാവിലെ ചെയ്യും, അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വൈകിട്ട് ചെയ്യും. അത് ഞാൻ ഫീലോട് കൂടിയാണ് ചെയ്യുന്നത്. എല്ലതും ഞാൻ എൻ്റെ മനസ്സിലേക്ക് അത്രയും ഫീലോട് കൂടി ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എല്ലാരും ചോദിക്കും, എന്താ ഇപ്പൊ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? ഇപ്പൊ സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ മാം. മാമിന്റെ ഇതിലിപ്പോ പറഞ്ഞു സെൽഫ് ഫോർഗിവ്നെസ്സും കാര്യങ്ങളും, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്. എന്തിനു ഉണ്ട്. വേണ്ടിയാണ് മാം എഴുതാറുള്ളത്? ഒരു എക്സാമ്പിൾ, 1-2 എക്സാമ്പിൾസ് പറയാം. അതും എങ്ങനെയാണ് എഴുതാറുള്ളത്? ഞാൻ എൻ്റെ കാര്യങ്ങളിൽ തന്നെ എൻ്റെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി. പിന്നെ എൻ്റെ സാമ്പത്തികത്തിൻ്റെത്, ഞാനൊരു ഫോറക്സ് ട്രേഡിംഗ് കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെത് ഇപ്പൊ കുറച്ചൊരു പ്രോബ്ലത്തിൽ നിൽക്കുകയാണ്. കുഴപ്പമില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കിട്ടും പറഞ്ഞു. പക്ഷെ അതിനൊക്കെ ഞാൻ ഒരുപാട്, എൻ്റെ മോൾ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ലക്ഷങ്ങളതായതുകൊണ്ട് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ എന്താന്നറിയില്ല, ഞാനത് എടുത്തു ചാടി ചെയ്ത്. അതിന്റെ ശേഷമാണ് എനിക്ക് ഇത്രയും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് ചെയ്തു അങ്ങനെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും വരൂല, ഒക്കെ നമുക്ക് നല്ലതിനായിട്ട് വരും. അതൊക്കെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഹലോ സാർ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എനിക്കിവിടെ ചെറിയൊരു എന്റെ ലാപ്ടോപ്പ് പവർ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പല രൂപത്തിൽ ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ചേഞ്ചസ് വന്നു. ഇനി നിങ്ങളുടെ കോഴ്സിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു തിരിച്ചറിവ്? കോഴ്സിലെ ഒരു തിരിച്ചറിവ് എന്താ? തിരിച്ചറിവ്, ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി. ഇതുവരെ ഞാൻ എന്നെ ഇത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കിപ്പം എന്താണ് നല്ലത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നെഗറ്റിവിറ്റി കുറഞ്ഞു. എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കാൻ പറ്റുന്നത്. ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നെഗറ്റീവിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളെ ജഡ്ജ് ചെയ്യാനോ ഒന്നിനും ഞാൻ ഇപ്പൊ നിൽക്കാറില്ല. അതൊക്കെയാണ് എനിക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്ക് ഇങ്ങനെ ജഡ്ജ്മെന്റ് വരും മൈൻഡിലേക്ക്. ജഡ്ജ് ചെയ്ത് പോലെ നമ്മൾ ശീലിച്ചതാണല്ലോ. വന്നാൽ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും? ഇറ്റ്സ് ഓക്കെ പറയും. ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് അങ്ങനെ പാടില്ല, നമ്മളൊരാളെ അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിൽ ഞാൻ അത് ഫോർഗിവ്നെസ് കൊടുത്തിട്ട് ഇറ്റ്സ് ഓക്കെ പറയും. ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് പിന്നെ നല്ല രീതിയിൽ ചിന്തിക്കും. അതെ. ഓക്കെ മാം, ഹോപ്പനോപ്പനോ തെറാപ്പി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് പറയാം. എനിക്ക് ഹീൽ ചെയ്യാന് വേണ്ടിയിട്ടും മണി ബ്ലോക്ക് മാറാനായിട്ടും. മണി ബ്ലോക്ക് മാറാനായിട്ടാണ് മെയിൻ ആയിട്ട് ഉദ്ദേശം, അല്ലേ? ഇപ്പൊ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പൈസ എനിക്ക് എങ്ങനെങ്കിലുമൊക്കെ ഈ ഇത് ചൊല്ലുന്നത് കൊണ്ട് വരാറുണ്ട്. അത്
100 110% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ അതില് ആ ഒരു ഇത് ചെയ്യുന്നതിലൂടെ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നന്നായിട്ട് ഓക്കെ. 1000 തവണ പറയാൻ പറ്റും എനിക്കത്. അന്നുള്ള ലൈഫ് ഇപ്പോൾ ഉള്ള ലൈഫ് തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ ആൾക്കാരോട് പെരുമാറുന്ന രീതിയിലൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ? വ്യത്യാസം വന്നു. ഒരു പക്വതയോട് കൂടിയിട്ട് നമുക്ക് ആദ്യം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, സങ്കടമായിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ളത് എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ആരെ മുന്നിലാണെങ്കിലും ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ ഞാൻ നന്നായിട്ട് കരയും. സാറിന് തന്നെ അറിയാലോ, നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ട് സെൽഫ് ഫോർഗിവ്നെസ് ചെയ്തപ്പോൾ ഞാൻ കരഞ്ഞത്. സാറ് ഓർക്കുന്നുണ്ടോ? അതെ അതെ അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. ആ അത്രയും ഞാൻ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒട്ടും ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. ഇപ്പം അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും എനിക്ക് എന്താണെന്നുള്ളത് അറിയുന്നില്ല. എന്റെ ബോഡിയിൽ എന്താ എനിക്ക് ചേഞ്ച് വന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. മൈൻഡും ബോഡിയും തമ്മിൽ ഇത്ര കണക്റ്റഡ് ആണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. മാമിന്റെ അടുത്തൊരു പ്ലാനും കാര്യങ്ങളും, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഇനി എന്താണ് പ്ലാൻ? കുറെ കാര്യങ്ങൾ ചേഞ്ചസ് വന്നല്ലോ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? എനിക്കിനി വലിയൊരു വീടാണ് എന്റെ സ്വപ്നം. അതിലേക്ക് ഞാൻ ഇങ്ങനെ ആക്ഷൻ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരുപാട് പേരെ സഹായിക്കണം. പിന്നെ എനിക്ക് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ 2022 ഒരു വെൽഫെയർ അസോസിയേഷൻ, ഒരു മൈനോറിറ്റി ഇതില് ഞാൻ ജനറൽ സെക്രട്ടറി ആണ്. അതില് എനിക്ക് ഈ 2024 ഒരു സ്ത്രീകൾക്ക് നേരെയുള്ള ക്രൈമുകൾക്കുള്ള ഒരു സംഘടനയാണിത്. അങ്ങനെ 2024 ഒരു റേപ്പ് അറ്റംപ്റ്റ് വന്നു ഒരു ലേഡിക്ക് നേരെ. അപ്പൊ അതിലെനിക്ക് അവരോട് പോയിട്ട് അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാൻ പോലീസിൽ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോയി പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചു. അങ്ങനെ പ്രതി ഒരു ബ്രോക്കറാണ്. ഈ ബ്രോക്കർ വീടെടുത്ത് കൊടുത്തതിലാണ് ആ സ്ത്രീക്ക് നേരെ അറ്റംപ്റ്റ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങള് സ്റ്റേഷനിൽ പോയി പ്രതിനെ കിട്ടി, ലോക്കപ്പിൽ ഇട്ടു. അപ്പം പോലീസിന്റെ സാന്നിധ്യത്തോടു കൂടി ഞാൻ പ്രതിനെ പോയിട്ട്, എനിക്ക് അറിയാവുന്ന ആളാണിത് ഈ പ്രതി. അങ്ങനെ ഞാൻ ലോക്കപ്പ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലോക്കപ്പ് കണ്ടു. പ്രതിനെ പോയി കണ്ട് തിരിച്ചറിഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കാര്യങ്ങള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു എന്റെ വാദം കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ജഡ്ജിന്റെ മുമ്പിൽ പോയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കോടതി, സ്റ്റേഷൻ, അഡ്വക്കേറ്റ്, ഇതൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് എങ്ങനെയാണ് ഇത്ര എന്താ പറയാ ഒരു പേടിയില്ലാതെ ഇവിടൊക്കെ നിൽക്കാൻ പറ്റിയതെന്ന് എനിക്കിപ്പോ ഈ ക്ലാസ്സിൽ വന്നതിന്റെ ശേഷമാണ്. ഒരു ജഡ്ജിന്റെ മുന്നിലൊക്കെ നിന്ന് ജനങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ലീഡർഷിപ്പ് പുറത്തേക്ക് വന്നു. അതെ 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 ഒതുങ്ങി നിന്ന് ജീവിച്ചിരുന്ന ഒരാളിൽ നിന്ന് മാറിയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇതാണ് നമ്മൾ പറയാറുള്ളത്. എന്താ വെച്ചാൽ നമ്മുടെ കഴിവുകളെല്ലാം ഒളിഞ്ഞു കിടക്കുകയാണ്, അത് പുറത്തേക്ക് വരും. നമ്മുടെ കറേജ് പുറത്തേക്ക് വരും. യെസ്, വെരി ഗുഡ്. ആദ്യത്തെ ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഞാൻ ഉള്ളിൽ തന്നെ ആയിരുന്നു, നന്നായിട്ട് ഡിപ്രഷന്റെ സ്റ്റേജിലായിരുന്നു ഞാൻ സാറിന്റെ ക്ലാസ്സിലോട്ട് വരുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്റെ ചിന്തകൾ മാറിയപ്പം എനിക്ക് ഈ ലോകം തന്നെ പിടിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. കാരണം നമ്മളെ ചിന്തകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ തിരിച്ചറിവാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സോ വാട്ട് ഐ ഹാവ് അപ്ലൈഡ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നെന്ന് വെച്ചാൽ ഈ ഒപ്നോപ്നോ, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ സെൽഫ് ലവ്. ഈ സെൽഫ് ലവ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ ചേഞ്ച് ആകുന്നത്, നിങ്ങളെ എങ്ങനെയാണ് ഇതിലൊക്കെ ഒരു മാച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഓരോരുത്തർക്കും ഓരോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. മാമിന് എന്താ തോന്നിയത്? എനിക്ക് മുമ്പ് ഞാൻ കണ്ണാടി മിറർ നോക്കാറില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ നോക്കുന്നത്. ഇപ്പം അങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി എനിക്ക് അതിൽ നല്ല, കാരണം ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിലേക്ക് തന്നെയാണ് ഞാൻ മടങ്ങേണ്ടത്, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടി.
അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ് പിന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്ന ആ അറിവുകൾ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ മിറർ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര തവണ ചെയ്യും ഒരു ദിവസം? രാവിലെ ഞാൻ ആദ്യകാലങ്ങളിൽ തുടക്കത്തിൽ നമ്മൾ ഈ കോഴ്സിന്റെ തുടക്കത്തിൽ കണ്ടിന്യൂസ്ലി ഒരുപാട് തവണ ചെയ്യുമോ, അതല്ല എല്ലാം കൂടെ ഒരു സമയം ഒരു മോർണിംഗിൽ അങ്ങനെ ചെയ്യുകയാണോ? ആദ്യം ഞാൻ മോർണിംഗിൽ എല്ലാതും കൂടി ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ആയിട്ട് കാര്യമില്ല, ഒരു കാര്യം തന്നെ എടുത്തിട്ട് അതില് ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഫീൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി കൂടുതൽ ബെറ്റർ റിസൾട്ട് കിട്ടിയത്. ഒരു പ്രോബ്ലം എടുത്തിട്ട് അത് ഫുൾ ആയിട്ട് അതെ 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 അതെ. ഞാൻ ചോദിക്കുന്നത് മറ്റുള്ള ഇപ്പം ഹൊപ്പനോപ്പന ഉണ്ട്, അതേപോലെ തന്നെ മിറർ പ്രാക്ടീസ് ഉണ്ട്, സെൽഫ് ലവ് തെറാപ്പി ചെയ്യേണ്ടതുണ്ട്, ഓരോ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാനുണ്ട്. ഇതെല്ലാം ഒരുമിച്ചാണോ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം രാവിലെയാണോ സമയം കണ്ടെത്തിയിരുന്നത്, അതല്ല പല സമയത്തായിട്ട് ചെയ്യാറുണ്ട്? പല സമയത്തായിട്ടാണ് ചെയ്യാറ്. രാവിലെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, അത് അല്ലെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ സെൽഫ് ഫോർഗിവ്നെസ്സും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിലാണ്, രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് രാത്രിയാണ് ചെയ്യുന്നത്. ഒരു ദിവസം തുടക്കത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും മടുപ്പ് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതല്ല എങ്ങനെയാണ്, എന്തായിരുന്നു? സെൽഫ് ലവ് ഒക്കെ ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു ചെയ്യാൻ. സാറിന്റെ ആ പ്രഷർ കൊണ്ട് മാത്രമാണ് ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് സാറിന്റെ ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അന്നൊക്കെ ഞാൻ വിചാരിക്കുക എങ്ങനെ ഇത് എഴുതുക, ഇത്ര എന്താ എഴുതാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെ 5 or 6 അങ്ങനെയൊക്കെ അത്ര അറിയില്ലായിരുന്നല്ലോ അതിനനുസരിച്ചിട്ട്. പിന്നെ സാറിന്റെ എന്താ എഴുതാനില്ലാത്തത് എന്നാണ് ഇപ്പൊ 1 ബുക്കോ 2 ബുക്കോ ഒന്നും പോരാ, അത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് കാര്യമാണ്, ഇപ്പൊ ഭക്ഷണമാണോ, എന്താ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് എന്നിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈദാവുമ്പോഴേക്ക് എനിക്ക് 6 ഡ്രസ്സ് കിട്ടി. ഗൾഫിലുള്ള സാധനങ്ങൾ അപ്പടി ഇരിക്കുകയാണ്, ബോക്സ് പൊട്ടിച്ചിട്ടില്ല. പിന്നെ യാത്രകള്, ഞാനൊരു യാത്രകൾ പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പോ ലേഡീസ് ഗ്രൂപ്പിന്റെ കൂടെ അത് പോയി. ഇപ്പൊ മൂന്നാറ്, മാമലക്കണ്ടം, അങ്ങനെ ലേഡീസ് ഗ്രൂപ്പിൽ പോയി. ഇനിയിപ്പോ ദുബായിലേക്ക് പോവാൻ. ഇത്രയും കാലം എന്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല? ഈ ഒരു കുറ്റപ്പെടുത്തൽ ഇതായിട്ട് ഞാൻ അത്ര പോരാ, അങ്ങനൊക്കെ എന്നെ ഞാൻ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കാം, വീട്ടുകാരുടെ ഒരു എതിർപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പോകുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് എന്റെ വീട്ടില് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഒരുപാട് ചെറുപ്പത്തില് കുറ്റപ്പെടുത്തലുകൾ എന്റെ ഹൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുടുംബത്തിൽ നിന്നൊക്കെ. അതെന്റെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇത് എല്ലാ സ്ഥലത്ത് പോകുമ്പോ, നീ ഒരു വലിയത്, അപ്പൊ ഉപ്പാന്റെ ഉമ്മക്ക് അങ്ങനെയൊക്കെ പ്രായമായവരുണ്ടല്ലോ, ഇതെന്താ നീ മാത്രം ഇങ്ങനെ ഇത്ര ഹൈറ്റ് വെച്ച് പോകുന്നു. ഞാനും അനിയനാണ് വീട്ടില് ഹൈറ്റ് ഉള്ളത്. അതില് എനിക്ക് ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ട്. ഒരു പരിപാടിക്ക് അങ്ങനെ പോവാനൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ ഹൈറ്റ് കാരണം. പിന്നെ ഇപ്പൊ ഈ എറണാകുളം വന്നതിന്റെ ശേഷമാണ് ഞാൻ അത് കുറച്ചെങ്കിലും എനിക്കൊരു ബെറ്റർ ആയിട്ട് തോന്നിയത്. ഓക്കെ മാം, ഇനി ടൂർ ഫോട്ടോസ്. ഓക്കെ സജന അബി, ഓക്കെ. ഇവിടെ പലരും നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ വലിയ ഫാൻസ് ആൾക്കാർ ഇവിടെ പലതും പറയുന്നുണ്ട്. ജെബിൻ പറയുന്നുണ്ട്, ജെബിന് വലിയൊരു എന്തോ അടിച്ചിട്ടുണ്ട്. പ്രതി ഞാൻ കാരണം അപ്പോൾ കോടതിയും ജയിലും ഒക്കെ കണ്ടു, ചെലവുണ്ട്, പ്രതിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ജെബിൻ, ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷം. ഇനി ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത്, ആരോടാണ് ഈ ഒരു ഹീലിംഗ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്? ഈ ഹീലിംഗ് ജേർണിയിൽ നിങ്ങൾക്ക് മെന്റേഴ്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുക, അവരുടെ സപ്പോർട്ട് ഉണ്ടാവുക, പ്ലസ് മെന്റേഴ്സിന്റെ അങ്ങനെ പലരും ഉണ്ടാവില്ല. ആരോടാണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്? എനിക്ക് ഫസ്റ്റ് ഷാഫി സാറിനോട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഹർഷ മാം ആയിരുന്നു എന്റെ മെന്റർ. പിന്നെ ഹാജറ മാം. എനിക്ക് അന്ന് സെൽഫ് ഫോർഗിവ്നെസ് ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് ഇമോഷണൽ ആയിപ്പോയി. അപ്പം എനിക്ക് അന്ന് ഹാജറ മാം എനിക്ക് ഹീൽ ചെയ്ത് തന്നു. അന്ന് എനിക്ക് ഒരുപാട് മനസ്സിന് സമാധാനം കിട്ടി. ഇപ്പൊ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരുമായിരുന്നു. ഇപ്പൊ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. മാഷാ അല്ലാഹ്.
ഞാൻ പറഞ്ഞില്ല, എനിക്ക് അനുഗ്രഹങ്ങളുടെ പൂക്കാലാണ് ഇതിൽ വന്നതിന് ശേഷം. ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിലൊന്നും ഞാൻ അപ്ഡേറ്റ് ഒന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ ഇരുന്ന് ഞാൻ ചെയ്ത് ഒരു ദിവസം സക്സസ് പുറത്തെടുക്കാന്ന് വിചാരിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ട്രെയിനേഴ്സ് നന്നായിട്ട്. ഇതിലേക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാതെ സംശയിച്ചൊക്കെ നിൽക്കുന്ന പലരും ഉണ്ട്. ഇവരോടൊക്കെ വെച്ചാല് പ്രത്യേകിച്ച് എന്തൊക്കെ ഉറക്കം ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. ഈ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോട് ശരിക്കും ഉറക്കത്തിന് കറക്റ്റായിട്ട് റെഗുലാരിറ്റി കിട്ടാത്ത ആൾക്കാരോടൊക്കെ അവരോടൊക്കെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്? ജോയിൻ ചെയ്യാതെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്, ഉറക്കമൊക്കെ ശരിക്കും മാറി കിട്ടുമോ? എന്താണ് സംഭവിച്ചത്? അത് 100% ഗ്യാരണ്ടിയാണ്. 100 അല്ല, 110, 200, എത്ര എനിക്ക് അതിന്റെ എണ്ണം പറയാൻ പറ്റുന്നില്ല. കാരണം ഒന്നും നോക്കണ്ട, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാൽ ഒരു ടെസ്റ്റുകൾക്ക് ആവുന്ന ആ പൈസ പോലും ആവുന്നില്ല. ഒന്നും നോക്കാതെ ഒന്നും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അവരവരെ പ്രോബ്ലം മാറ്റുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ടെസ്റ്റുകളും ചെയ്ത്, ഞാൻ അതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഈ ഒരു സ്കിന്നിന്റെ ഈ പ്രശ്നം കൊണ്ട്. അതിനേക്കാളപ്പുറം നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്നൊക്കെ റിലീഫായിട്ട് നമുക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നും മടിക്കേണ്ട, എത്രയും പെട്ടെന്ന്. അതിൽ വരുന്ന ഇത് സാറിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ ആ പൈസ ഞാൻ കൊടുത്തോളാം, അത്രയും ഞാൻ ഗ്യാരണ്ടിയാണ്. ഇവിടെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണെന്ന് തോന്നുന്നു ചില ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, ഇപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല, അത്രയ്ക്കും ഉറക്കമുണ്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ട്, സമയം ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ശരിയാണോ? ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല, കിടന്നിട്ടുള്ള ഉറക്കം നല്ല കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടാണ് ഉണരുന്നത്. അതെ, അതെ, ആ ഒരു ആശ്വാസമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ് കോഴ്സ് എന്നാ ചോദിച്ചത്? മാം ഏത് കോഴ്സ് അറ്റൻഡ് ചെയ്തത് ഒന്ന് പറഞ്ഞോളൂ. റീമാസ് കമർ ചോദിക്കുന്നത് ഏത് കോഴ്സ് അറ്റൻഡ് ചെയ്തത്? നമ്മളെ ബേസിക് കോഴ്സ്. അതെ, അല്ല എനിക്കറിയാം, അവർക്ക് വേണ്ടിയിട്ട് അതെ, ബേസിക് ആ കോഴ്സ് എത്ര ദിവസമുണ്ട്? മാമിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എത്ര ദിവസം മാമിന് അതിന്റെ സപ്പോർട്ട് കിട്ടിയത്? എങ്ങനെയാണ്? 10 ദിവസമായിരുന്നു നമുക്ക് സാറിന്റെ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് 1 മാസം നമുക്ക് മെന്ററോട് കൂടിയിട്ടുള്ള ഇത് കോഴ്സ് കിട്ടി. പിന്നെ ഇപ്പോഴും നമ്മൾ ആ ജേണി, നമ്മളെ ലൈഫ് ടൈം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളെ വിട്ടിട്ട് പോകുന്നില്ലല്ലോ. നമ്മളിപ്പോ ഇതിലൊരു ഫാമിലിയാണ്. ആ ഫാമിലി നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ പോകുന്നുണ്ട്. നമ്മൾ ആരും വിട്ട് കളഞ്ഞിട്ടില്ല, നമ്മളെപ്പോഴും ഇതിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആണ്? കാരണം ഞങ്ങള് നമ്മുടെ ആൾക്കാരിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ലൈഫ് ടൈം ആയിരിക്കണം ഇവർ വരിക എന്നുള്ളത്. കാരണം എനിക്കറിയും, ഞാനൊരു ഹീലർ ആയത് അല്ലെങ്കിൽ ഹീലിംഗ് മേഖലയിലേക്ക് വന്നത്, ഒരു കോച്ചിങ് ആയിക്കോട്ടെ, ഹീലിംഗ് മെന്ററിംഗ് മേഖലയിൽ ഒരുപാട് ട്രോമ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ട് അതിൽ നിന്നാണ്. എവിടെയോ ഒരാൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഏറ്റവും ട്രോമ അനുഭവിച്ച ആൾക്കാരാണ് നല്ല ഹീലേഴ്സ് ആയിട്ട് മാറാൻ പറ്റുന്നത്. കാരണം അവർക്കാണ് മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പം ലൈഫിൽ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടാണ് ഞാൻ ഹീലിംഗിലേക്ക് വന്നത്. അപ്പൊ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, ഈ സപ്പോർട്ട് നമ്മൾ ലൈഫ് ടൈം ആണ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു ലൈഫ് ടൈം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്? ഒരുപാട് ഉപകാരമാണ്. കാരണം ചില ആളുകളൊക്കെ ഇതിൽ നിന്ന് വിട്ട് നിന്നിട്ട് പ്രാക്ടീസ് ഇല്ലാതെ, ക്ലാസ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതിലേക്ക് വരാനും അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെ കൈവിട്ട് പോകുന്നില്ല, നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉറച്ചൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോവാം. നമ്മൾ ആരും വഴിയിൽ വിട്ടിട്ട് പോകുന്നില്ല. കാരണം എന്താ വെച്ചാല് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ട് എന്താ വെച്ചാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഒന്നുകൂടെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഒന്നുകൂടെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ആപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വൺസ് അത് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിലേക്ക് വരും. ഓക്കെ, സോ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ് മാം. നിങ്ങൾ ഫോർഗിവ്നെസ്, നിങ്ങളെ സെൽഫ് ഫോർഗിവ്നെസ് കൊടുക്കും അല്ലേ?
നിങ്ങൾക്ക് മറ്റുള്ളവരോടൊക്കെ അല്ലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ഹൈറ്റ് കൂടിയതിനൊക്കെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞത് അതെ അതെ ഉള്ളതാണ്. അതെ. അവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പൊ എങ്ങനെയാണ്? എന്തായി? മൊത്തത്തിൽ ബന്ധങ്ങൾ എന്താണ്? അവര് നല്ല നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം, മക്കളാവാം, ബന്ധുക്കളാവാം, ഫ്രണ്ട്സ്, അവരോടൊക്കെയുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ എങ്ങനെയാണ്? അവരോട് ഇപ്പൊ പെരുമാറുന്ന രീതി. ഇപ്പൊ നല്ല സ്നേഹാണ്. ഇപ്പൊ എന്നോട് ചോദിക്കുന്ന നീ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയത്? അങ്ങനെ ചോദിക്കുന്നത്. നിന്റെ ആ ഒരു എടുത്തുചാട്ടവും ഇതൊന്നും എന്താ ഇപ്പൊ ഇല്ലാത്തത്? നീ ഒരു എന്താ പറയാ സൈലന്റ് ആയി പോയല്ലോ, എന്താ ഇതിന്റെ കാരണം എന്ന്. ഞാൻ പറഞ്ഞു ചിലർക്കൊന്നും ഈ ഒരു ക്ലാസ് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചിലരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ശേഷമാണ് എനിക്ക് ഇത്രയും മാറ്റം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാം, നിങ്ങൾ ഇതില് ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്, ഇതൊക്കെയാണ് എൻ്റെ മാറ്റങ്ങള്. അപ്പൊ ചിലര് പറയും സാമ്പത്തിക പ്രോബ്ലം ആണ്, ചിലർ പറയും വീട്ടിൽ നിന്ന് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു തവണെങ്കിലും ലൈഫിൽ നമ്മൾ ഇത് അനുഭവിച്ചിരിക്കണം. കാരണം നമ്മൾ എന്താണ്, നമ്മളെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടോ ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടുന്നൊന്നും എനിക്ക് ആ മെഡിസിന്റെ ഇതിൽ നമ്മൾ കിടന്നുറങ്ങാന്നല്ലാതെ എനിക്ക് അതിൽ നിന്നൊന്നും ഒരു ബെറ്റർ ആയിട്ട് ഒന്നും പറയാനുള്ള കിട്ടിയിട്ടില്ല. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മാം ഷെയറിങ് യുവർ സ്റ്റോറി. ഒരുപാട് കാര്യങ്ങൾ മാം ഇവിടെ ഷെയർ ചെയ്തു. മാമിന്റെ അടുത്ത പ്ലാന് ഒരു വലിയ വീട് വെക്കുക എന്നുള്ളതാണ്. അതിലേക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് മാം മുന്നോട്ട് പോകുന്നുണ്ട്. ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, എനിക്കെല്ലാം ഇൻഷാ അല്ലാഹ്. എനിക്കെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റും, ആ ഒരു അതെ ഫീൽ ഉണ്ടല്ലോ, അതെ. അത് എങ്ങനെയുണ്ട്? അത് പണ്ടുള്ള നിങ്ങൾ ഇപ്പൊ ആ ഫീല്. എനിക്കത് പറയാൻ വാക്കുകളില്ല സാർ. കാരണം ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു റൂമിന്റെ ഉള്ളിൽ ഞാൻ ഡിപ്രഷനായിട്ട് എനിക്ക് ആരും കാണണ്ട, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോഴേക്കിനും അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് കരയുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക, ദേഷ്യം. മക്കളെ പറഞ്ഞിപ്പോ തുടങ്ങി ഇപ്പൊ വീട്ടില് നല്ല ശാന്തത ഉണ്ടല്ലോ, എന്താ പറ്റിയത്? അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്നോട് നല്ലൊരു, ഇപ്പൊ ഇനി നമുക്ക് എവിടെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്കൊരു റെസ്പെക്ട് കിട്ടുന്നുണ്ട്, എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാൻ പറയാം എന്റെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചേഞ്ച് ആയാൽ മാം, അതെ നമ്മൾ ചേഞ്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റിലുള്ള ലോകം ചേഞ്ച് ആകും, നമ്മുടെ ജീവിതം ചേഞ്ച് ആകും, മറ്റുള്ളവർ ചേഞ്ച് ആകും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഉണ്ട് ഉണ്ട്. ഇപ്പം പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രപഞ്ചം കൂടി നമുക്ക് അതിന് സപ്പോർട്ടാവുന്ന, അതെന്റെ ലൈഫിൽ അത് സത്യമാണ്. അത് സത്യമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചോ അത് നമ്മളിലേക്ക് വരും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് ഇന്നിവിടെ ഇരുന്നിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ആ ഒരു കോൺഫിഡന്റോട് കൂടിയാണ്. എനിക്ക് മുമ്പ് എനിക്ക് ഒരാളോട് സംസാരിക്കാനോ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പോലീസിനോട് സംസാരിക്കാനോ ഒരു ജഡ്ജിന്റെ മുന്നിലാണ് ഞാൻ മൊഴി കൊടുത്തത്. അതൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. എനിക്ക് എങ്ങനെ ഇതിനുള്ള ധൈര്യം വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മാം. ഇനി ഒരു കാര്യം, മറ്റുള്ളവർക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം. മാമിനായിട്ട് മാമിന്റെ ക്വസ്റ്റ്യൻസ് മാമിനോട് എന്ത് ചെയ്യാം, എങ്ങനെയാണ് പ്രാക്ടീസ്. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാ ചോദിക്കുക, എങ്ങനെയാണ് മാം പ്രാക്ടീസ് ചെയ്യുന്നത്, എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഈ സംഗതികൾ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ചോദിക്കുക. ആരായിരുന്നു മെന്റർ മാമിന്റെ? ഹർഷ മാം അല്ലേ? ഹർഷാന. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ടീമിന്റെ സപ്പോർട്ടൊക്കെ? നല്ല സപ്പോർട്ടാണോ കിട്ടിയത്? ഒരുപാട് സപ്പോർട്ടാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു പൈസക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നമ്മളോട് നമുക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കുക, അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ. കാരണം സാറിന്റെ ആ ഒരു ക്ലാസ് ഞാൻ യൂട്യൂബിൽ കണ്ടത്, അങ്ങനെ നമ്മളെ ചിന്തകൾ അങ്ങനെ മാറ്റണം, ഇങ്ങനെ മാറ്റണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു സാറ് ഭയങ്കര മോട്ടിവേഷൻ. ഞാൻ ചോദിച്ചു ഇതാരാണ് ഇത്, ഇങ്ങനത്തെ ഒരാള് ഇത്ര സ്ട്രോങ് ആയിട്ട് വന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ സാറിനെ ഫോളോ ചെയ്ത് സാറിന്റെ ഗ്രൂപ്പിൽ കയറി. അങ്ങനെയാണ്. അങ്ങനെ ഗ്രൂപ്പിൽ കയറി ക്ലാസ്സിലേക്ക് വന്നു അല്ലേ? അതെ അതെ. ഓക്കെ. ആ വീഡിയോയിൽ കണ്ട ആളിൽ നിന്ന് ഗ്രൂപ്പിൽ ക്ലാസ്സിൽ വന്നപ്പോ എന്ത് വ്യത്യാസം തോന്നിയത്? അവിടെ ഇവിടെ മോട്ടിവേഷൻ അവിടുന്ന് കുറച്ചും കൂടി ഒരു എന്താ പറയാ
ഒരു സ്പീഡായിരുന്നു. ഓക്കെ, ഇപ്പൊ സാറ് എല്ലാം തികഞ്ഞൊരു വെരി ഗുഡ്. സാറായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഒരു കാര്യം, ഞാനൊരു ഒരു 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 കാര്യം ഇവിടെ 1-2 പേര് ചോദിക്കുന്നുണ്ട്, ഇത് ഓൺലൈൻ ക്ലാസ് ആണോ? ഇത് അതെ, ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടും അറ്റൻഡ് ചെയ്യാം. ഓക്കെ മാം, ഒരു കാര്യം ചോദിക്കട്ടെ, ഓൺലൈൻ ക്ലാസ് ആയത്, മാമും ഓൺലൈൻ ക്ലാസ് ആണല്ലോ അറ്റൻഡ് ചെയ്തത്, പലരും അതെ അതെ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. ഈ അതെ. ഓൺലൈൻ ക്ലാസ് ആയി അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് പ്രശ്നമുണ്ട്, ഇതിന്റെ റിസൾട്ട് കിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? എന്താ തോന്നുന്നു? ഒരിക്കലില്ല, ഒരിക്കലില്ല. ഉം. നമ്മൾ എങ്ങനെയാണോ ഇതിനോട് ഈ ഒരു തെറാപ്പിയോട് നമ്മൾ ഇൻവോൾവ് ആവുന്നത്, അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടും. മടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് നല്ല പോസിറ്റീവ് ചിന്തകൾ വേണം എപ്പോഴും. നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത്. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ മാപ്പ് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ നമുക്ക് ലൈഫിൽ എന്താ പറയാ, അമേസിംഗ് ആയിരിക്കും റിസൾട്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പറഞ്ഞോളൂ. അല്ല, സാറിന്റെ ഒരു സപ്പോർട്ട് അത് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ അത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന, കാരണം സാറിന് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അതിന് സാറും സാറിന്റെ മെന്റേഴ്സും ടീമും എടുക്കുന്ന ആ എഫേർട്ട് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. സോ മച്ച്, താങ്ക് യു Thank സോ you. മച്ച് മാം, താങ്ക് യു സോ മച്ച്. അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തുറന്നു വെച്ചിരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ലേ നമ്മൾ കോച്ച് ചെയ്യുന്നത്, ഗ്രൂപ്പിലേക്ക് ഇട്ടു. അങ്ങനെ അതെ. ഗ്രൂപ്പിലുള്ള സപ്പോർട്ട്, ഗ്രൂപ്പിന്റെ സപ്പോർട്ട് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? ആരൊക്കെയാണ്? ഞങ്ങൾ നല്ല സപ്പോർട്ടാണ്. ഞങ്ങളൊരു കുടുംബം പോലെയാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഞാനിപ്പോ കുറച്ചായിട്ട്, ഇപ്പൊ എനിക്ക് എന്റെ കാലിന് ഒരു ഫ്രാക്ചർ വന്നിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അതിന്റെ മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര അങ്ങോട്ട് ആക്റ്റീവ് അല്ല. ഞാൻ ഇങ്ങനത്തെ മോട്ടിവേഷൻ ക്ലാസ്, മറ്റേ കോഡ്സുകള്, അങ്ങനെ ലൈഫിൽ പരാജയപ്പെട്ടിട്ട് അവിടുന്ന് ഉയർന്നു വന്നവരെ ജീവിത കഥകൾ, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും സെർച്ച് ചെയ്ത് കാണുന്നത്. അതൊക്കെ എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. സോ നമ്മുടെ Ma'am, ടീമിന്റെ സപ്പോർട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഞാനത് ചോദിക്കാനിരിക്കായിരുന്നു മാമിനോട്. ഇപ്പോ ഗ്രൂപ്പിൽ കാണാറില്ലല്ലോ എന്ന്. ഞങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ഗ്രൂപ്പിൽ കാണാറില്ല. അത് ചോദിക്കാനിരിക്കായിരുന്നു. അപ്പൊ ഞാന് ഇനി വരണം. ഒന്നാമത് ഇൻഷാ അല്ലാ, ഒന്നാമത് എനിക്ക് അങ്ങനെ ചാറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് അത്ര ഇതിൽ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മെയിൻ എന്റെ കാര്യം ഞാൻ തുറന്നു പറയാലോ. അങ്ങനെ ചാറ്റ് ചെയ്തിരിക്കുന്നത് കാണും എല്ലാരും മനസ്സുകൊണ്ട് ഞാൻ പറയും. അല്ലാതെ എനിക്ക് അങ്ങനെ ചെയ്തിരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. അതാണ് മെയിൻ കാരണം. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതെ അതെ അതെ, ഇല്ല, തീർച്ചയായും. ഞാൻ ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ഇനി മാം. മുതൽ ഗ്രൂപ്പിൽ വരണം. ഞങ്ങൾക്ക് അത്രയും ഇൻസ്പിറേഷൻ ആണ്. പിന്നെ സാർ, ഒരു കാര്യം കൂടി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റിയൽമി ചെയ്യുമ്പോൾ ആ സമയത്താണ് എന്റെ മോൻ എക്സാമിന് പോകുന്നത്, നമ്മുടെ Yeah. പൊതുപരീക്ഷ 5th. അവന് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ആ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ്. ഞാൻ അന്ന് എഴുതി വെച്ചിരുന്നു. ടോപ്പ് പ്ലസ് ആണ് എഴുതി വെച്ചത്, എന്നാലും ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. 500-ൽ 445 മാർക്ക്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ, വെൽ ഡൺ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഹലോ, ഗുഡ് മോർണിംഗ് ആയിഷ മാഡം. ജെബിനാണ്. ഗുഡ് മോർണിംഗ് ജെബിൻ. ആയിഷ മാഡത്തിനെ ഒരുപാട് കാലമായി കണ്ടിട്ട്. പക്ഷേ ആയിഷ മാഡം തിരക്കിലാണെന്ന് അറിയാം. ഓക്കെ, ആയിഷ മാഡത്തിന്റെ കേക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞതോടുകൂടി ഡള്ളായിട്ടുണ്ട്. ഓക്കെ. എനിവേ, എന്നാലും മാഡം, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാഡം ചെയ്യുന്നത് ഹോപ്പനോപ്പനോ ആണെന്നാണ്. അതെ. അതും ഗ്രാറ്റിറ്റ്യൂഡും. മനസ്സിലായി. അതിന്റെ ശേഷം നല്ല ബെറ്റർ റിസൾട്ട് ആണ്. ഇൻഷാ അല്ലാ. എന്തോ ഒരു ചെറിയൊരു ഇതുകൊണ്ടാണ് ഞാനിപ്പോ ഈ സമയത്ത് ദുബായിൽ ഇരിക്കേണ്ടതായിരുന്നു. അത് സാറല്ലേ മാഡം, സത്യം പറഞ്ഞ സാറേ, മാഡം ആദ്യം വന്നിട്ട് തന്നെ മറ്റേ മാമലക്കണ്ടം പോകുന്നത് മാഡം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് മാഡം ട്രിപ്പാണ് മാഡം കൂടുതലും അച്ചീവ് ചെയ്തെന്ന് തോന്നുന്നു. മാഡം. അല്ല, വിഷ്വലൈസേഷൻ അത് ഭയങ്കര പവറാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. അതിലൂടെ ഞാന് ദുബായ്, സൗദി, ബാംഗ്ലൂർ, ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഈ 2 വർഷം മുന്നേ. അതിപ്പോ എനിക്ക് ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഈ വിഷ്വലൈസേഷന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലായത്. അതിന്റെ മുമ്പ് എനിക്ക് അറിയാതെയാണ് ഞാൻ അതിങ്ങനെ ഒരു സ്വപ്നം പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയത്.
അത് സാറിനോട് ഞാൻ പറയാൻ വിട്ടുപോയി. ഓൾ റൈറ്റ് തീർച്ചയായിട്ടും വിഷ്വലൈസേഷൻ അതെ 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 അത് ഭയങ്കരാണ്. വിഷ്വലൈസേഷൻ ഭയങ്കര വലിയ രീതിയിലേക്ക് നല്ല പവറാണ്. കാരണം ഓക്കെ, ഞാനൊരു താങ്ക് യു മാഡം. ഫ്ലൈറ്റിൽ മാഡം ഇടയ്ക്ക് ഗ്രൂപ്പിലൊന്ന് വരണം, ഗ്രൂപ്പിൽ വരണം കേട്ടോ. ഓക്കെ 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 ഇൻഷാ അല്ലാ മാം എന്തായാലും എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് കുറേശ്ശെ ഒന്ന് ആക്റ്റീവ് ആവും കേട്ടോ. ഇൻഷാ അല്ലാ ഇൻസ്പിറേഷൻ സപ്പോർട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ അസ്സലാമലൈക്കും. വലൈക്കും ഞാന് യൂട്യൂബില് സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ഞാനും നിങ്ങളെപ്പോലെ വന്നിട്ട് ഇപ്പൊ 4 ദിവസമേ ആയിട്ടുള്ളൂ. ആ ഡിപ്രഷൻ ആയിരുന്നു മനസ്സിന്. എന്താന്ന് വെച്ചാല് 2 പെമ്മക്കളാണ്. അവരൊക്കെ വിട്ട് അതില് കടത്തിൽ മുങ്ങി നിൽക്കാണ്. അപ്പം ഭയങ്കര ഡിപ്രഷനോടെയാണ് ഞാൻ യൂട്യൂബിൽ സാറിന്റെ ക്ലാസ് കേട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിന്റെ ക്ലാസ്സിൽ നമ്മള് സ്ഥിരമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ എനിക്കും എന്റെ ഡിപ്രഷൻ മാറും, എന്റെ കട അടയും, എനിക്ക് നല്ലൊരു മനസ്സുണ്ടാവും എന്നുള്ള ഒരു തോന്നലുണ്ടായി. അപ്പൊ ഞാന് പലരും ഇതില് ഓരോന്നായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊക്കെ നടക്കുവോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 4 ദിവസമായിട്ട് സാറിന്റെ രാവിലത്തെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു സമാധാനം. എന്റെ കട ഞാൻ അടച്ചു തീർക്കും, ഞാൻ രക്ഷപ്പെടും, ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. ആ തോന്നല് ഇപ്പൊ കുറച്ചും കൂടി സ്ട്രോങ് ആയി മേഡത്തിന്റെ ആ ഓരോ വാക്കുകളും കേട്ടിട്ട്. അൽഹംദുലില്ലാ. പിന്നെ ഈ നിങ്ങള് ഒരു ഇത് പറഞ്ഞല്ലോ, എന്താ പോനാപ്പോ ഓപ്പനോ അത് എങ്ങനെ ചെയ്യാ? അത് അത് ഐ ആം സാറ് പറഞ്ഞു സോറി. തരും, സാർ അതിനകത്ത് പറഞ്ഞു തരുമല്ലോ, സാറ് ക്ലാസ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഓക്കോ. ഞാന് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിപ്രഷനിൽ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് ഞാൻ യൂട്യൂബിൽ സാറിന്റെ ആ ഒരു ക്ലാസ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി. സാറിന്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ കണ്ടീഷനായിട്ട് ഞാൻ രക്ഷപ്പെടും, ഇതിന്നൊക്കെ ഉറപ്പായിട്ടും എന്ന്. മാം ഒന്നും പേടിക്കണ്ട. മാം ധൈര്യമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. പിന്നെയുള്ള റിസൾട്ടുകളൊക്കെ അമേസിംഗ് ആയിരിക്കും. മേഡം ഒരു മിനിറ്റ്, ഇതിനകത്തിലെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ സംസാരിക്കുന്ന മേഡം ആണെങ്കിലേ ഈ ഒരു അരമിനിറ്റിനുള്ളിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഭയങ്കരം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഭയങ്കരം എന്നുള്ളത് എടുത്ത് കളയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഓരോ വാക്കുകൾ പോലും ശരിക്കും പറഞ്ഞാല് ഈ സാറിന്റെ കോഴ്സ് ചെയ്യുന്ന ആളാണോ അതോ ഈ രാവിലത്തെ മാത്രമേ ഉള്ളോ? രാവിലത്തെ മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. രാവിലത്തെ മേഡം ആ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും, അന്നേരം മേഡത്തിന് മനസ്സിലാകും. ഇപ്പൊ 4 ദിവസം ഇതിനകത്ത് രാവിലത്തെ കയറിയെന്നല്ലോ ഉള്ളൂ. ഇതൊക്കെ സാമ്പിൾ പിടിക്കട്ടാണ്. അപ്പൊ ശരിക്കും മേഡം ഒന്ന് കയറി അറ്റൻഡ് ചെയ്ത് നോക്കും. അപ്പം മേഡത്തിന് മനസ്സിലാക്കും. മേഡം സംസാരിക്കുന്ന വാക്കുകളിനകത്തിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ ഭയങ്കരം എന്ന് ഉദ്ദേശിക്കുന്നത് പല കാര്യത്തിൽ നമ്മൾ നെഗറ്റീവ് കാര്യത്തിലാണ് കൂടുതൽ നമ്മൾ ഭയങ്കരം ഉപയോഗിക്കുന്നത്. അപ്പൊ മേഡത്തിന് അതുപോലും നമുക്ക് മാറ്റം ഉണ്ടാകാൻ സാധിക്കും. മേഡം അറ്റൻഡ് ചെയ്ത് നോക്കൂ, 100% റിസൾട്ട് ആയിരിക്കും. ഞങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലൊക്കെ നമ്മളും പോയതാണ്. 4 ദിവസമേ ഇപ്പൊ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേ ഒന്നും ആയിട്ടില്ല. മാറാൻ തുടങ്ങി. എന്റെ ഒരു ഡിപ്രഷൻ മാറി. സന്തോഷായിട്ട് തന്നെ ഇരുന്ന് ചിരിക്കും, കാര്യങ്ങളൊക്കെ ചിന്തിക്കും. മേഡം പറഞ്ഞ പോലെ നല്ലോണം ആറ്റിറ്റ്യൂഡ് ചെയ്യും, അഫർമേഷൻ എഴുതും. ഭയങ്കര ഒരു മനസ്സിന് നല്ലൊരു ഇംപ്രമേഷൻ ഉണ്ടായി, നല്ലൊരു സമാധാനം ഉണ്ടായി വരുന്നുണ്ട് 4 ദിവസം കൊണ്ട്. എന്താന്ന് വെച്ചാല് അത്രത്തോളം ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി ഡിപ്രഷനായി ഇരുന്നു. ആരോടും പറയാൻ പറ്റൂല, കുടുംബത്തിൽ ആരോടും പറയാനില്ല, ഭർത്താവില്ല. അപ്പൊ ഭർത്താവില്ലാത്ത കാരണം ഭർത്താവിനോട് പറയാൻ പറ്റൂല. നമ്മുടെ കാര്യം പുറമെ ഉള്ളവരോട് എത്രയാന്ന് വെച്ചാ പറയുക, അപ്പൊ അത് പറയൂല. മക്കളോട് പറയും, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മക്കളല്ലേ, അപ്പൊ അവര് കേൾക്കാന് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത് വിചാരിച്ചിട്ട് അവരോടും പറയില്ല. എന്നും ഞാന് 3 മണിക്കൊക്കെ എണീച്ചിരുന്നിട്ട് ഉളെടുത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട് ഞാൻ കരഞ്ഞ് പറയും, എന്റെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തു തരണം, എനിക്ക് നല്ല ജീവിതത്തിൽ നല്ല മുന്നോട്ട് വരണം,
എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കടുകുമണി പോലുള്ള ഒരു സാധനമായാലും എനിക്ക് എനിക്ക് പോയിട്ട് അധികം ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഞാൻ കൊടുക്കുന്നതാണ് എൻ്റെ പതിവ്. അപ്പോൾ കടുകുമണി പോലുള്ള സാധനം കൊടുക്കുന്ന ഞാന് എനിക്ക് ഒരു വലിയ ഒരു ഒരു ബോളിന്റെ അത്ര എങ്കിലും സഹായം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം. അതുപോലെ കൃഷിയിൽ ഭയങ്കര താല്പര്യം. ഞാൻ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന് അത് ഈ ഇടയിൽ വെച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. പിന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോണക്ക് BMAGP ലോണക്ക് അപേക്ഷിച്ചിരുന്നു. അത് എല്ലാം റെഡിയായി വന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് സ്റ്റക്കായി. പിന്നെ ഒന്നേന്നും പറഞ്ഞിട്ട് പ്രൊജക്റ്റ് കൊട്ടേഷൻ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടത് വന്നു ബാങ്കിൽ. അവർക്ക് കയ്യബദ്ധം പറ്റിയെന്നാ പറയുന്നത്, റിജക്റ്റ് ചെയ്തു പോയി കമ്പ്യൂട്ടറിൽ നിന്ന്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലിരിക്കുമ്പോഴാണ് സാറിന്റെ ക്ലാസ് എനിക്ക് പെട്ടെന്ന് ഒരു അത്ഭുത ഒരു സിദ്ധിയായിട്ട് മൊബൈലിൽ ഞാൻ കാണുന്നത്. അപ്പം മേഡം മേഡം ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് EFT കോഴ്സ് ചെയ്യുമോ? മേഡത്തിന്റെ മണി ബ്ലോക്സ് ഈ പ്രശ്നങ്ങളെല്ലാം മാറി 100%. നമ്മളെല്ലാരും അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ ആയിഷ മേഡത്തിന്റെ എക്സ്പീരിയൻസ് തന്നെ മാത്രം കേട്ടാൽ മതി. നല്ല റിസൾട്ട് ആണ്. പണിക്ക് പോവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഞാൻ സാറിനോട് സംസാരിച്ച് ഇപ്പൊ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഈ അപ്രമേഷൻ ഇപ്പൊ കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞാല് സാറിന്റെ കോഴ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കയറി വരും സാറേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സാറാണ് പിന്നെ ലിങ്ക് ഇട്ട് തന്നത്. അപ്പൊ അത് രാവിലെ ഞാൻ 3 മണിക്ക് എണീക്കുന്ന പറഞ്ഞുകൊണ്ട് എനിക്ക് 6 മണിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. എന്തായാലും ജമീല മാമിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. നമ്മൾ കൂടെ ഉണ്ട്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക. ഇപ്പൊ ഇവിടെ മാമൊക്കെ പറഞ്ഞ പോലെ, ആയിഷ മാമൊക്കെ ഷെയർ ചെയ്തതുപോലെ നിങ്ങൾ വിഷ്വൽ ചെയ്യുക കേട്ടോ. നമ്മുടെ കോഴ്സിലേക്ക് വരുന്നത് വിഷ്വൽ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, മനസ്സിലേക്ക് ഇങ്ങനെ കൊടുക്കുക. കോഴ്സിലേക്ക് ഇരിക്കുന്നതും അതിൽ നിന്ന് പഠിക്കുന്നതും നോട്ട് എഴുതിയെടുക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും, എന്നിട്ട് ഇതുപോലെ ഒരു ദിവസം ഞായറാഴ്ച ഇവിടെ വന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എല്ലാം നിങ്ങൾ പറയുന്നതും, നിങ്ങളുടെ ഒരു ജേണി പറയുന്നതും, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നതും, മറ്റുള്ളവരെ സഹായിക്കുന്നതും, അതേപോലെ നിങ്ങളുടെ കടങ്ങളെല്ലാം, പ്രശ്നങ്ങളെല്ലാം, ബുദ്ധിമുട്ടുകളെല്ലാം മാറി സമ്പത്തെല്ലാം ഒരുപാട് സമ്പാദിച്ച് ബിസിനസ് എല്ലാം ചെയ്ത് വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോ എവിടെയാണ് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു ആർ റൈറ്റ് നൗ. ഇപ്പൊ എവിടെയാണ് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. എവിടേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മളിപ്പോ ചിന്തിക്കേണ്ടതും നമ്മൾ ആലോചിക്കേണ്ടതും. ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മളത് ചെയ്യുക. ഉഷാറായിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആത്മാർത്ഥമായിട്ട്, വളരെ സത്യസന്ധമായിട്ട്, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുക. അതിൽ ലെവലേശം സംശയം ഉണ്ടാവരുത്, അതിൽ ലെവലേശം ഡൗട്ട് ഉണ്ടാവരുത്. ഒന്നുമില്ലാതെ പ്രണയത്തോട് കൂടിയിട്ട്, ഇഷ്ടത്തോട് കൂടിയിട്ട് അത് ചെയ്യുന്നതിനെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. ആ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ലൈഫ് മാറണം, എത്രത്തോളം മാറണം. ഇവിടേക്ക് എത്രയോ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പല ആൾക്കാരും എന്ന് വെച്ചാൽ മാറിയാൽ കൊള്ളാം എന്ന്, മാറാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മാറിയാൽ കൊള്ളാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ചിലർക്കൊക്കെ. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി മാറും. സിമി മാം ചോദിക്കുന്നുണ്ട്, എനിക്ക് സാറിനോട് സംസാരിക്കണം, എനിക്ക് ഒരു ചാൻസ് തരാമോ? തീർച്ചയായിട്ടും നിങ്ങൾ കോഴ്സിലേക്ക് വരൂ. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ തന്നെ സ്റ്റുഡൻസിനെ ഒരുപാട് നമ്മളിങ്ങനെ 1 to 1 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീം മെമ്പറായിട്ട്, നിങ്ങളുടെ ഗ്രൂപ്പിലെ അഡ്മിനായിട്ട് സംസാരിക്കുക. എന്നിട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് 1 to 1 സംസാരിക്കാം. നോ ഇഷ്യൂ, നമുക്ക് സംസാരിക്കാന്നാണ് കേട്ടോ. ഡോൺ വറി മാം, കോഴ്സ് ഇതാണ്. തീർച്ചയായിട്ടും മാം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ പറഞ്ഞ മാമിനോട് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറയാ. കാരണം ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വിഷ്വലൈസേഷന്റെ പ്രാധാന്യം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ 2 വർഷം മുന്നേ എനിക്ക് ഈ ഒരു നമ്മൾ ഇമാജിൻ ചെയ്ത ഈ സ്ഥലങ്ങൾ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. സൗദി അറേബ്യ, ദുബായ് ഒക്കെ. അവിടെയൊക്കെ ഞാൻ ഈ 2 വർഷം മുന്നേ പോയി. ഇത് സത്യമാണ്, ഇത് മാജിക്കായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ നമ്മൾ 100% വിശ്വസിക്കുക. കാരണം ഞാൻ ഈ സൗദി പോയി 2 വർഷം മുന്നേ, ദുബായി പോയി. അത് ഈ സൗദിയിൽ പോയത് ഞാൻ സൗദിയുടെ എയർലൈൻസ് വലിയ ജംബോ ജെറ്റിലാണ് പോയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ കയറി ഇരുന്നിട്ട് ഞാൻ ഈ ജെറ്റിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയും. അതേമാതിരി ഈ വാദി ഹനീഫ എന്ന് പറയും സൗദിയിൽ,
ആ മല 200 സ്റ്റെപ്പാണത്. അത് ഞാൻ കയറി അതിന്റെ മുകളിലെത്തി. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മക്ക കണ്ടു, മദീന കണ്ടു, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ദുബായിൽ പോയിട്ടും ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അങ്ങനെയൊക്കെ ഞാൻ പറയാം, അത് അനുഗ്രഹങ്ങളുടെ ഒരു എനിക്ക് പറയാൻ വാക്കുകളില്ല സാർ. അത്രയാണ് ഈ വിഷ്വലൈസേഷന്റെ പവർ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം ആയിഷ മാം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആ ഒരു മനസ്സ് കാണിച്ചതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇൻസ്പിറേഷനായി, ഈവൻ എനിക്ക് വരെ പഠിക്കാൻ പറ്റി കുറെ കാര്യങ്ങൾ. കാരണം ഞാൻ പഠിപ്പിക്കുന്ന ടൂളാണെങ്കിലും ചില നേരത്ത് നിങ്ങളെ പോലുള്ള ആൾക്കാർ വന്നിട്ട് എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ നമുക്കതെന്താ വെച്ചാൽ വലിയൊരു സന്തോഷമാണ്. കാരണം ഓക്കെ, നമ്മള് പഠിപ്പിച്ച് ഹലോ സാർ. ഹലോ മാഡം. യെസ്, ഇക്ബാൽ ഖാൻ ചോദിച്ചു. അപ്പൊ ഈ പിന്നെ ഈ ഹോനോപോനെ മണി ബ്ലോക്ക് ആയിട്ട് എങ്ങനെ ബന്ധിപ്പിക്കല്? എന്താണത് അപ്രമേഷൻ കൊടുക്കുന്നത്? അപ്പൊ ഡിയർ മണി എന്ന് പറഞ്ഞാൽ മതി. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് നമ്മൾ ഫീലോട് കൂടിയിട്ട് പറയുക. അത് സത്യമായിട്ട് ഞാനത് ഉപയോഗിക്കാറുണ്ട് ഹോനോപോണി. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വന്തം കുറ്റപ്പെടുമ്പോൾ നമ്മൾ ഓരോ കാരോടും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കുള്ള വിഷമമുണ്ടല്ലോ. അത് ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഹോനോപോണി ചെയ്യാറ്. ആദ്യം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഹീൽ ചെയ്യുക. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതാണോ? അതെ അതെ. അപ്പൊ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, ഞാൻ സ്വന്തം ചെയ്യുന്നത് ഹോനോപോണി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വിഷമങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ആരും കുറ്റപ്പെടുത്തി പോയി നമുക്ക് മനസ്സിലാവുന്ന എഫക്റ്റ് ആവുമല്ലോ നമ്മൾ അവർ പറഞ്ഞു പോയി എന്നുള്ളത്. അതുകൊണ്ടുള്ള കുറ്റപ്പെടുത്തി നീക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാറ് ഞാൻ അധികം. അതിന് നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് ചെയ്തിട്ട് ഇത് ഓപ്പനോ പറയുക. ഞാൻ പറഞ്ഞു തരാം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പണം നമ്മളിലേക്ക് വരാത്തതിന്റെ കാരണം പണം മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. നമുക്ക് നമ്മളോട്ടൊരു ബന്ധമുണ്ട്. ഓക്കെ, നമ്മുടെ സോളിനായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട്. നമ്മളുടെ ഓരോ അവയവങ്ങളുമായിട്ട് നമുക്കൊരു കണക്ഷൻ വിത്ത് യുവർ ഓർഗൻസ്. ഓക്കെ, നമ്മുടെ അഡ്വാൻസിൽ പഠിപ്പിക്കുന്നുണ്ട്. അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്, അടിപൊളി പ്രോഗ്രാം ആയിരിക്കും കേട്ടോ. സോ കണക്ഷൻ വിത്ത് യുവർ ഓർഗൻസ്. പിന്നെ വരുന്നൊരു സംഗതിയാണെന്ന് വെച്ചാൽ കണക്ഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ള വ്യക്തികൾ. പിന്നെ വരുന്ന ഒരു കാര്യമാണ് കണക്ഷൻ വിത്ത് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചമായിട്ട്. അതിൽ വരുന്നൊരു കാര്യമാണ് പണവുമായിട്ടും നമുക്ക് എന്താണോ വേണ്ട കാര്യങ്ങൾ, ഡ്രീംസ്. വാട്ട് ഈസ് യുവർ കണക്ഷൻ വിത്ത് യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ്? നിങ്ങളുടെ ഡ്രീംസുമായിട്ട് നിങ്ങൾക്ക് ഉള്ള കണക്ഷൻ എന്ത്? അപ്പൊ ആ കണക്ഷൻ എപ്പോഴും ലവിൽ നിറഞ്ഞതായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സമ്പൽ സമൃദ്ധി നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനോട് ഒരു പ്രണയത്തിന്റെ കണക്ഷൻ ഉണ്ടാവണം, ഒരു ഇഷ്ടത്തിന്റെ കണക്ഷൻ ഉണ്ടാവണം. അവിടെ എന്താ വരാത്തെ എന്ന പരാതിയല്ല, എന്താ എനിക്ക് ലഭിക്കാത്തത് എന്ന പരാതിയല്ല, സംശയമില്ല. അല്ലെ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ ഭാര്യ കൂടുതകാലം ജീവിക്കുക സമാധാനത്തിലില്ല. എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോയെങ്കിൽ എന്ന് വിചാരിക്കുക ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ പണവുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് എന്താ? പണം നമ്മളിലേക്ക് വരണം. പണവും ഒരു എനർജിയാണ്. എവറിത്തിങ് ഈസ് എനർജി ലോകത്ത്. ഈ വ്യക്തി എനർജിയാണ്, എല്ലാത്തിനും എനർജി ഉണ്ട്. ആ പണത്തിന്റെ എനർജീനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കണം. ആ എനർജിയോട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹത്തിന്റെ എനർജി ഉപയോഗിച്ചിട്ട് അട്രാക്ട് ചെയ്യുക. സോ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പണത്തിനോട് പറയാം, ഇത്രയും കാലം ഐ എം സോറി, നീ എൻ്റെ ലൈഫിൽ നിന്നെ ഞാൻ കാര്യമായിട്ട് സ്നേഹിച്ചിട്ടില്ല, നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, നിന്നെ ഞാൻ വാല്യൂ ചെയ്തില്ല. ഐ എം സോറി. നിന്നെ ഞാൻ കാര്യമായിട്ട് ഒരു 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 അത്യാവശ്യമായിട്ടുള്ള ഒരു അത്രയും ഇമ്പോർട്ടൻസോട് കൂടി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല. ഐ എം സോറി. സോ പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ക്ലിയർ ആണോ? ഞാൻ പരാതിയാണ് കുറെ പറഞ്ഞത്. ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ നീ വരുന്ന സമയത്ത് നിന്നെ വേണ്ട രീതിയിൽ റെസ്പെക്റ്റോട് കൂടിയല്ല ഞാൻ തോന്നിയ രൂപത്തിൽ ചെലവഴിച്ചു, വില കൽപ്പിച്ചില്ല. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു. ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഫീലിംഗ് കൊടുത്തിട്ട് അവരെ പ്രണയം ബിൽഡ് ചെയ്തെടുക്കും. ഐ എം സോറി, ഒരുപാട് സോറി പറഞ്ഞ് നമ്മളൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു വിശാലത ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് അറിവുകളുണ്ട് നിങ്ങൾ ലഭിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് ഓൾറെഡി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. ഡോണ്ട് ഫർഗെറ്റ്, അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ഫസ്റ്റ് ഏർലി ബേർഡ് ഓഫർ, സെക്കൻഡ് ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമുക്ക്
അടുത്ത ഉള്ളതെന്ന് വെച്ചാൽ അതൊരു റിസോർട്ടിൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നടക്കുക. അടിപൊളിയായിരിക്കും. 3 days നമ്മുടെ ലെവൽ തന്നെ നമ്മൾ അങ്ങ് മാറ്റും. നമ്മുടെ എനർജി ചാർട്ടിൽ നമ്മൾ ഹയർ എനർജിയിലേക്ക് കൊണ്ടുപോകും. ശരിക്കും നിങ്ങളത് ഒരു വേറെ ലെവലിലേക്ക് പോകട്ടോ. ഇറ്റ്സ് എ വെരി പവർഫുൾ സെഷൻ, അഡ്വാൻസ് പ്രോഗ്രാം. പിന്നെ ഉള്ളത് ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ബേസിക് കോഴ്സ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആയിഷ മാമൊക്കെ അറ്റൻഡ് ചെയ്ത ബേസിക് കോഴ്സ് ആണ്. 10 days പ്രോഗ്രാമാണ്. അടുത്ത ബാച്ച് വരുന്നുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ ഒരു മീറ്റപ്പ് വരുന്നുണ്ട്, മറക്കരുത്. പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മീറ്റപ്പ് ആണ്. വി ആർ ഗോയിങ് ടു ഹാവ് എ മീറ്റപ്പ്. അപ്പം അതിൽ നമ്മൾ എന്ത് വെച്ചാൽ ജസ്റ്റ് ഹോട്ടൽ എക്സ്പെൻസ് എടുക്കുക, നിങ്ങളൊന്ന് ഒത്തുകൂടുക എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും വരണം, നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ കൊണ്ടുവരണം. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഹീൽ ചെയ്യാം, പുതിയ പ്ലാൻ ചെയ്യാം, പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇറ്റ് വിൽ ബി അമേസിങ് എക്സ്പീരിയൻസ്. നമ്മളങ്ങ് പൊളിക്കും. വേറെ ലെവലിലേക്ക് നിങ്ങളുടെ എനർജിയും കൊണ്ടുപോകും. അന്ന് നിങ്ങൾ എന്നെ കാണാൻ പോകുന്നത് ഈ രൂപത്തിലല്ല, ഇതുവരെ കണ്ട രൂപത്തിലൊന്നും അല്ല. അവിടെ നിങ്ങളുടെ എനർജി ഹൈ ആക്കുക എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള വലിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, വലിയ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഷിഫ്റ്റിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വരണം, എല്ലാവരും വരണം കേട്ടോ. ഇതിനാകെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1700 രൂപയോ അങ്ങനത്തെ ഫീസ് വരുന്നുള്ളതെന്ന് തോന്നുന്നു. 1599, 1600 രൂപ, 1599 രൂപയാണ് ഫുൾ ഡേ ട്രെയിനിങ്. മറക്കരുത്, വരണം. ഫുൾ ഡേ ട്രെയിനിങ് കേട്ടോ. അപ്പൊ അതിൽ കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. കാലിക്കറ്റ് വുഡീസിലാണ്, ഹോട്ടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. കുറഞ്ഞ സീറ്റേ ഉണ്ടാവുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ. പറഞ്ഞോളൂ ജമീല മാം. അല്ല സാർ, നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമുണ്ട് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ആരോടും പറയാൻ പറ്റാത്ത കോലത്തിൽ ഡിപ്രഷനായിരുന്ന ഞാൻ ഈ 4 ദിവസം കൊണ്ട് ഇത്ര മാറ്റം സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ സാറിൻ്റെ ക്ലാസ് സ്ഥിരമായിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ക്ലാസ് കേൾക്കുകയും അപ്രമേഷൻ എഴുതുകയും പിന്നെ മെഡിറ്റേഷൻ ചെയ്യുകയും ആറ്റിറ്റ്യൂഡ് എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എത്ര മാറുമെന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. തീർച്ചയായിട്ടും മാം, നിങ്ങൾ എന്തായാലും മാറും. നിങ്ങളൊന്നും പേടിക്കണ്ട. കാരണം നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഞാനും കടത്തിൽ മുങ്ങി, പ്രശ്നത്തിലായി, കടയെല്ലാം പൂട്ടി, ബിസിനസ്സുകൾ 4 തവണ അടച്ചുപൂട്ടി, വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസത്തിലൂടെയും കടന്നു പോയിരുന്ന ഒരാളാണ്. ഒരുപാട് പരിഹസിക്കപ്പെട്ട്, കുറ്റപ്പെടുത്തപ്പെട്ട്, വേദനിച്ച്, സ്വയം കുറ്റപ്പെടുത്തി, 16-ാമത്തെ വയസ്സിൽ ഞാൻ തേടുന്ന ഉത്തരങ്ങളും സംഗതികളും എനിക്ക് കിട്ടാത്തതുകൊണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഓക്കെ ആണോ. ഞാൻ വരെ എന്താ പറയുക, എനിക്ക് ജീവിതം മടുത്തിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്നും വറീഡ് ആവണ്ട, നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാം. ഇതിപ്പോ എന്റെ മിഷനാണ്. ദിസ് ഇസ് മൈ മിഷൻ. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മിഷനാണ്. അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സുനമാമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള മറ്റുള്ള ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, ശരത് സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാജറ മാം ആയിക്കോട്ടെ, നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ ടീമിൽ നിന്നുള്ള മെന്റേഴ്സ് ആയിക്കോട്ടെ. ദീസ് ആർ ലൈക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതുപോലെ നമ്മുടെ ഈ മെമ്പേഴ്സ്, ആയിഷ മാമിനെ പോലെ നമ്മുടെ സ്റ്റുഡൻസ് ഓരോരുത്തരും, ജബിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോൺട്രിബ്യൂഷൻ ആണ്. ഞങ്ങളെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും വെരി ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, തീർച്ചയായിട്ടും നമ്മളൊരു വലിയ ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളുടെ ഉദ്ദേശം ഇനിയും ഇത് വലിയ ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. നിങ്ങളിൽ നിന്ന് ഇനിയും നമുക്ക് നല്ല ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട്, മെന്റേഴ്സിന് ആവശ്യമുണ്ട്, നമുക്ക് ജോബ് വേക്കൻസി ഉണ്ട്, കോഴ്സ് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വരുമാനം ഏൺ ചെയ്യണോ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യാം, അതിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു ജേണിയാണ്. ഈ ജേണി ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നത്. ഓക്കെ, പെട്ടെന്ന് സ്പീഡിൽ കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ആ സ്പീഡിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും നമ്മളത് അങ്ങനെ കൊണ്ടുപോകാത്തതെന്ന് വെച്ചാൽ, നമ്മൾ അടിത്തറ ഭാഗം ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ആ ലെവലിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഒരുപാട് മാമിന്റെ ലൈഫൊക്കെ എന്തായാലും മാറും, ഒരു സംശയം വേണ്ട. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത്, സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, സ്ഥിരമായിട്ട് മെഡിറ്റേഷൻസ് അറ്റൻഡ് ചെയ്യുക, നമ്മുടെ ബേസിക് കോഴ്സിലേക്ക് വരിക. ആ കോഴ്സ് കഴിഞ്ഞിട്ട് അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. അത് ചെയ്യാൻ പറ്റും. ബേസിക് ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും അഡ്വാൻസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊന്നും സാമ്പത്തികം നിങ്ങൾ ഒരു വിഷയമായിട്ട് കരുതണ്ട.
എനിക്ക് സാമ്പത്തികമില്ല, പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് നിങ്ങൾക്ക് പറയാണ് ഓക്കെ ഹൃദയത്തിന് ശസ്ത്രക്രിയ വേണം, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന പണം ഉണ്ടാകും, നിങ്ങൾ ഉണ്ടാക്കും. അതൊരു അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ യാത്ര ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ആ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ആദ്യത്തെ 2 വർഷം കഴിയുമ്പോഴേക്കും 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആകെ മാറി. ഇപ്പൊ മാം പറഞ്ഞ പോലെ 2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, കഴിവുകൾ, നിങ്ങളുടെ ജോലി, ബിസിനസ് കാര്യങ്ങൾ ഇതെല്ലാം മാറും. 3 വർഷം നിങ്ങൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല നിങ്ങളുടെ ട്രാക്കേ മാറിക്കഴിഞ്ഞു. കംപ്ലീറ്റ്ലി 3 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫേ മാറും. നിങ്ങൾ താമസിക്കുന്ന വീട് മാറും, നിങ്ങൾ താമസിക്കുന്ന സിറ്റുവേഷൻസ് മാറും, സംഗതികൾ മാറും. ഒക്കെ മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ട് സാർ. ഡെഫിനറ്റ്ലി മാം അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, ഞങ്ങളത് ചേഞ്ച് ചെയ്യും, നമ്മളത് ചേഞ്ച് ചെയ്യും. മനസ്സിലാവും? ഓക്കെ സാർ. ഓക്കെ സാർ. അതിനെന്ത് ചെയ്യുക, വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തോളൂ, മിറക്കിൾസിൽ വിശ്വസിച്ചോളൂ, മാജിക്കിൽ വിശ്വസിച്ചോളൂ. ലോജിക്ക് ചിന്തിക്കുക വേണ്ട, എങ്ങനെയെന്നുള്ളത് ചിന്തിക്കുക വേണ്ട. ഡോണ്ട് വറി അബൌട്ട്, ബിലീവ് ഇൻ ദ മാജിക് ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. ഞാൻ പറയാൻ വെച്ചാൽ അത് മാജിക് അല്ല, അത് അത്രയ്ക്കും നോർമൽ ആയിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ സംഭവിച്ച് നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്കിത് എന്തൊക്കെയോ അത്ഭുതമാണ്, നമുക്കിത് കിട്ടാത്തൊരു കനിയായിട്ട് കിടക്കുകയാണ്. ആക്ച്വലി സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു കനിവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് പോസിബിൾ. വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് തിരിച്ചു വരും. ഇറ്റ്സ് എ പ്രോമിസ്, ഇറ്റ്സ് എ പ്രോമിസ്, ഇറ്റ്സ് എ പ്രോമിസ്. നോ ഡൗട്ട്. മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതങ്ങനെയാണ്. നമ്മളിത് ചെയ്തിട്ടുള്ള 15,000 ആൾക്കാരിലധികം ആൾക്കാർക്ക് നമ്മളിത് ചെയ്തു കഴിഞ്ഞു. എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ കം ടു ദ പ്രോഗ്രാം, ബി വിത്ത് അസ്, സപ്പോർട്ട് അസ്. എനിവേ ഇന്ന് നമുക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുള്ള ആയിഷ മാം, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ശരിക്കും ഭയങ്കര പോസിറ്റീവ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട്. വേറെ ലെവലായി. സങ്കടവും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നത് ആ ആളിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. നിങ്ങളെയൊക്കെ കോച്ച് ചെയ്യാൻ പറ്റുക ഇത്തരത്തിലുള്ള നല്ല ആൾക്കാരുണ്ടല്ലോ, പറയുന്നത് എന്താണ് അത് അതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പ്രൊഫഷണൽ പഠിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ കുറച്ച് മടിയൊക്കെ കാണിച്ചിരിക്കും, പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ പറയുന്നത് അതുപോലെ ചെയ്യുന്ന ആൾക്കാർ യു ആർ എൻ ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമുക്ക് നൽകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്, നമുക്ക് നൽകുന്ന ഒരു സന്തോഷമുണ്ട് മാം. നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ വലിയൊരു എന്താ പറയുക, വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഇങ്ങനൊരു അവസരം കിട്ടിയതിന് ഞാൻ എന്ത് ചെയ്യാണ്, പ്രപഞ്ച ശക്തിക്ക് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള നല്ല സ്റ്റുഡൻസിനെ നമുക്ക് ലഭിച്ചതിന് അതൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് വേറെ എവിടേക്കോ പോകാമായിരുന്നു, പക്ഷെ നമ്മുടെ അടുത്തേക്ക് എത്തിയില്ല. സോ താങ്ക് യു സോ മച്ച് മാം ഫോർ ബീങ് ഹിയർ. സാർ എനിക്കും പറയാനുണ്ട്. കാരണം ഒരു പേയും ചെയ്യാതെ നമുക്ക് ഈ മോർണിംഗ് മെഡിറ്റേഷൻ തരുന്നത്, ആ നല്ല വിലയേറിയ ക്ലാസ്സുകൾ തരുന്നത്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്കൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അതിന് സാറിനോടും സാറിന്റെ ടീംസിനോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെടാൻ എന്നെ എത്തിച്ച എന്റെ പ്രപഞ്ച ശക്തിക്ക് ഒരു 100,000 നന്ദി ഞാൻ പറയുന്നു. സാറിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കൂടെ ഞങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ടീം ഉണ്ടല്ലോ, നമ്മുടെ ടീമാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ്, ആ ഗ്രൂപ്പിൽ വരുന്ന മറ്റുള്ള സ്റ്റുഡൻസ്, സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ്, ഇപ്പൊ ജബിനും നസ്രീനും അതേപോലെ തന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാം. അപ്പം ഇവരെ പോലുള്ള സ്റ്റുഡൻസുകൾ, അതേപോലെ നമ്മുടെ ഇന്റേണൽ ടീം മെമ്പേഴ്സ്, നിങ്ങൾ പുറത്തൊന്നും കാണാത്ത ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദേ വർക്ക് സോ ഹാർഡ് ടു ബിൽഡ് ഇറ്റ്, ടു മെയിൻറ്റെയിൻ ഇറ്റ്. അപ്പം സപ്പോർട്ട് കൊടുക്കുന്ന മെന്റേഴ്സ്, അതേപോലെ CC ആൾക്കാർ, അങ്ങനെ ഈ ഒരു ടീമിന്റെ ഒരു എഫേർട്ടും കൂടിയാണ്. ആ ടീമാണ് ഇതിന്റെയൊക്കെ വിജയത്തിന്റെ പിന്നിൽ. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പണികളും ചെയ്യുന്നവരാണ്. They are amazing team members. So thank you so much for joining. അപ്പോൾ എന്തായാലും അടുത്ത പ്രോഗ്രാം 6th ഏപ്രിലിന് നമ്മളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു മീറ്റപ്പ് 6th-നാണോ സർ? മീറ്റപ്പ് 6th-നാണ്. 6th-നാണ്. 4 നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റപ്പ് ഉണ്ടാകും.
പിന്നെ വിഷ്വലൈസേഷൻ ചെയ്യുന്നു നമ്മളെല്ലാവരും അവിടെ പങ്കെടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും വിഷ്വൽ ചെയ്യുക, നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിലേക്ക് വരുന്നത്. 1599 രൂപയുള്ള ഫീ. അറിയാലോ, നമ്മൾ 12,000 രൂപയ്ക്ക് പഠിപ്പിക്കുന്ന അത്രയും വാല്യൂ ഉള്ള സെഷൻസ് ആണ് നമ്മൾ. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അത് അന്ന് നിങ്ങൾ എന്താ വെച്ചാൽ എല്ലാവരും അവിടെ വരിക, എല്ലാവർക്കും പുതിയ ഗോൾ സെറ്റ് ചെയ്യുക, പുതിയ വിഷൻ സെറ്റ് ചെയ്യുക, ഒരു പുതിയ തുടക്കം തരിക, ആ ഒരു നഷ്ടപ്പെട്ട എനർജി ഒന്ന് തിരിച്ചു പിടിക്കുക, ആ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കുന്ന പ്രോഗ്രാമാണ്. വരിക, അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. കാരണം പണ്ടത്തെ പോലെയല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുംബൈയിൽ ഇതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് എങ്ങനെ പ്രോഗ്രാമുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുംബൈയിൽ പോയി അവിടെയുള്ള എൻ്റെ ഗുരുക്കന്മാരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ വരുന്നത്. സോ ദർ ഈസ് എ ബിഗ് ഡിഫറൻസ് ഇസ് ഗോയിങ് ടു കം. സ്റ്റേ എക്സൈറ്റഡ്. ഇറ്റ് ഗോയിങ് ടു ബി ആൻ അമേസിങ് ഇവന്റ്. അടിപൊളിയായിരിക്കും. നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ, മറക്കരുത്. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഓക്കെ. പിന്നെ 6th ഏപ്രിലാണ് ആ പ്രോഗ്രാം. അടുത്ത ഓൺലൈൻ ബാച്ച് നടക്കുന്നത് 10-ാം തീയതിയാണ് കേട്ടോ. ഏപ്രിൽ 10-ാം തീയതി ആ ഓൺലൈൻ ബാച്ച് നടക്കുന്നുണ്ട്. ഓക്കെ. സാമ്പിൾ വെടിക്കെട്ടായിട്ടുള്ള പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. യെസ്, താങ്ക് യു. ഡെഫിനറ്റ്ലി. സാർ, ഇപ്പൊ ഒരാൾ ചോദിച്ചല്ലോ ന്യൂ മെമ്പേഴ്സിന് വരാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും എല്ലാവർക്കും വരാം, എല്ലാവർക്കും വരാം. ആ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വരാം കേട്ടോ, എല്ലാവർക്കും വരാം. ഓപ്പൺ ഫോർ ഓൾ, എല്ലാവർക്കും വരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാം, റിലേറ്റീവ്സിനെ കൊണ്ടുവരാം, ഫാമിലി. കാരണം നിങ്ങൾ മാറിയില്ല, നിങ്ങൾ മാറിയെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവർക്കൊക്കെ മാറ്റണം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഒരു ഇത് കിട്ടണ്ടേ, അനുഭവിക്കണ്ടേ. അപ്പൊ അത് അനുഭവിക്കാനും ഗുണം ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. സോ കം ടു ദ പ്രോഗ്രാം. അവർക്കിത് ഈ ഒരു ചെറിയൊരു പേയ്മെന്റിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, അവരെ ഇതിന്റെ ഭാഗമാക്കാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെന്തായാലും ആ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് അവർ വന്നോളും. സോ ഈ ഒരു കുറഞ്ഞ കോസ്റ്റിൽ ഓഫ്ലൈൻ നേരിട്ടാണ് കിട്ടുന്നത്, മറക്കരുത്. കം ടു ദ പ്രോഗ്രാം. ഓക്കെ. താങ്ക് യു സോ മച്ച് ആയിഷ മാം ഫോർ ഷെയറിങ്. ആയിഷ മാം, ഫൈനലായിട്ട് ഇതിലൊക്കെയുള്ള പങ്കെടുക്കുന്ന എല്ലാവരുടെ ഫൈനൽ മെസ്സേജ് എന്താ പറയുള്ളത്? ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വരിക. ഈ 10-ാം തീയതി തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ലൈഫിലെ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എക്സ്പെഷ്യലി സാറിനും ഏറ്റവും 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 നന്ദി. പിന്നെ ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾസ് ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അതിനൊക്കെ ഞാൻ സാറിനോട് നന്ദി പറയുന്നു. അതിലുപരി പ്രപഞ്ചനാഥനോട് നന്ദി പറയുന്നു. നല്ലൊരു കമ്മ്യൂണിറ്റിയെ കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാ ഇങ്ങനെ ചിരിക്കണേ ഇവിടെ ഇരുന്നിട്ട്. സംഗതി എന്താണെന്ന് പറയാം, മാമിന്റെ ഈ ചിരിയാണ്. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ശരിയല്ലേ? അഖിലരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ഈ സെഷനിൽ ഈ ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത്. ശരിയല്ലേ? സംസാരിക്കാണ് സാറ് എന്നെ അതിന് പ്രാപ്തിയാക്കിയത് സാറാണ്. അപ്പൊ സാറിനോടല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ. കാരണം ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു സാർ. ഞാൻ അത്രയും എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂടിന്റെ ഉള്ളിൽ ഞാൻ പൊതിഞ്ഞു കെട്ടിയ ഒരു ജീവിതമായിരുന്നു. എനിക്കിപ്പോ ഈ ഒരു പ്രോബ്ലം കൂടി വന്നതോടുകൂടി ഞാൻ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതൊക്കെ കൂട് പൊട്ടി തെറിപ്പിച്ച് ഞാൻ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇത് വലിയൊരു ഈ എന്താ പറയാ പോലീസ് സ്റ്റേഷൻ, അതെനിക്ക് വലിയൊരു അനുഭവമാണത്. കാരണം സ്റ്റേഷൻ, പോലീസ്, അതൊക്കെ നമുക്കൊരു സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ജഡ്ജ് റൂം, സത്യം, കോടതി. നിങ്ങൾ എന്നോട് സെല്ലിൽ കയറി പ്രതിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു സെല്ലിൽ കയറി പ്രതിക്ക് 2 കൊടുത്തോന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറയാൻ പോവാണ്. കോൺഫിഡൻസ് കൂടിയിട്ട്. അല്ല, ശരിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് കയറുന്നത്. മേഡത്തിനാണെങ്കിൽ ഈസി ആയിട്ട് കയറാൻ പറ്റി. ഓരോരുത്തർ വലിയ പാടി പെട്ടിട്ടാണ് അല്ലേ, ഓരോരുത്തർ വലിയ പാടി പെട്ടിട്ടാണ് അകത്ത് കയറുന്നത് കോടതിയിൽ. ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല, ഞാൻ പുറത്ത് നിന്നിട്ട് നമുക്ക് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നമുക്ക് ഈ വ്യക്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അതിനു വേണ്ടിട്ട് മതി, പുറത്ത് കണ്ടാ മതി, അകത്ത് വലിയ കാണാനൊന്നുമില്ല. അകം കാണാൻ ആഗ്രഹിക്കണ്ട. Very good. Thank you everyone for joining, and finally Jebin, you had a blast. Thank you so much. Have a beautiful day. എല്ലാവരും നല്ലൊരു സൺഡേ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. എൻജോയ് യുവർ വീക്കെൻഡ്. നാളെ നമുക്ക് വീണ്ടും മോർണിംഗ് ക്ലാസ്സിൽ മോർണിംഗ് മെഡിറ്റേഷനിലൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു.